ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാനൊരു ടെമ്പിൾ വ്ലോഗാണ് ചെയ്യുന്നത്. നമ്മളൊരു ഇരിങ്ങോൾക്കാവ് ഭഗവതി ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിലേക്കാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 43 കിലോമീറ്റർ ഉണ്ട് ഈ ടെമ്പിള്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ മെട്രോ ത്രൂ പോയിട്ട് ആലുവയിൽ ഇറങ്ങി ആലുവയിൽ നിന്ന് ബസ് എടുത്ത് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇത് പെരുമ്പാവൂരാണ് വരുന്നത്. പെരുമ്പാവൂരും കഴിഞ്ഞ് കുറച്ച് പോകണമെന്ന് തോന്നുന്നു. എക്സാക്ട്ലി എനിക്ക് വഴിയറിയത്തില്ല. ഈ പോകുന്ന രണ്ടുപേരെ ഫോളോ ചെയ്താണ് ഞാൻ പോകുന്നത്. ആ രണ്ടുപേര് വേറെ ആരുമല്ല, എൻ്റെ മമ്മിയും മമ്മിയുടെ ഫ്രണ്ടുമാണ്. സോ നമ്മൾ മൂന്നും കൂടിയാണ് ഈ ഒരു ടെമ്പിളിലേക്ക് പോകുന്നത്. നമ്മൾ ഇതിനു മുന്നേയും ഈ ഒരു ഗ്യാങ് ആയിട്ട് പോയിട്ടുണ്ട്. അന്ന് നമ്മൾ യൂബറിനാണ് പോയത്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ബസ്സിൽ പോയാൽ മതി എന്നുള്ളത്. സോ ഇപ്രാവശ്യം നമ്മൾ ബസ്സിൽ പോകാമെന്ന് തീരുമാനിച്ചു. എനിക്കിങ്ങനെ ബസ്സിൽ കുറച്ച് ദൂരെയുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നോർമലി നമ്മൾ അടുത്തടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ അല്ലേ പോകുന്നത്. സോ കുറച്ചധികം നേരം ബസ്സിലിങ്ങനെ ഇരുന്ന് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി വിൻഡോ സീറ്റ് കിട്ടിയാൽ. അങ്ങനെ നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസ് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കൂടിയും ബാക്കിൽ കൂടിയും ഉണ്ട്. രണ്ട് വഴി കൂടെ നമുക്ക് കയറാൻ പറ്റും. ഭയങ്കര ഭംഗിയാണ്. ഈ ക്യാമറയിൽ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് നല്ല എന്താ പറയുക, ഈ നാച്ചുറൽ സൗണ്ട്സ് ഉണ്ടല്ലോ, ആ സൗണ്ട്സൊക്കെ കൊണ്ടിങ്ങനെ ഫിൽഡാണ്. ഭയങ്കര ഒരു അടിപൊളി പ്ലേസാണത്. നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എനിക്ക് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് നല്ലൊരു കുളിർമ നമ്മുടെ മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും നല്ലൊരു കുളിർമ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളമൊക്കെ ഉണ്ട്, ലൈക്ക് എന്താ പറയുക, വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഇതിങ്ങനെ ആറ് പോലെയൊക്കെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പുറത്തു നിന്നൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. അനന്തഭദ്ര മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഈ ഒരു ടെമ്പിൾ വളരെ റീസെൻ്റായിട്ടാണ് കണ്ടുപിടിച്ചത്. ഞാനല്ല എക്സാക്ട്ലി, എൻ്റെ മമ്മിയാണ് കണ്ടുപിടിച്ചത്, മമ്മിയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പക്ഷേ ഞാനിത് ആരോടൊക്കെ പറയുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ ടെമ്പിൾ ഓൾറെഡി അറിയാവുന്നവരായിരുന്നു. സോ അവർക്കൊന്നും അങ്ങനെ ഒരു പുതുമ ഉണ്ടായിരുന്നില്ല. എനിക്കതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര ഒരു പുതുമയായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നല്ല രസമല്ലേ. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ ഇങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നമ്മളിപ്പോൾ യൂഷ്വലി കൊച്ചിയിൽ കുറച്ച് എന്താ പറയുക ഡെവലപ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പക്ഷെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരു നാട്ടിൻപുറം വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. നമുക്കൊരു കുടുംബക്ഷേത്രം ഉണ്ട് കോട്ടയത്ത്. അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴുള്ള ഒരു സെയിം കൈൻഡ് ഓഫ് ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത്. ഈ വെള്ളമൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആണ്. നമ്മുടെയൊക്കെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം വേസ്റ്റ് ഉണ്ടാവും. സോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമായി. ഇപ്പോഴും ഇങ്ങനത്തെ പ്ലേസൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ ഓരോ വീട്ടിലും റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ ആളുകൾ ഈ ഒരു തോട്ടിലിറങ്ങി അലക്കുന്നതൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഈ ഒരു മൊമെൻ്റൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഈ ഒരു വ്ളോഗ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.